എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ട്രിങ് ആർട്ടാണ് കേട്ടോ. വളരെ വൃത്തിക്ക് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മളതിനൊരു പ്ലൈവുഡിൻ്റെ ഷീറ്റാണ് എടുത്തേക്കുന്നത്. ഇത് മൾട്ടിവുഡിൻ്റെ പ്ലൈവുഡാണ്. 1/2 ഇഞ്ച് പ്ലൈവുഡ് ആയാലും മതി. നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് 3/4 ഇഞ്ചാണ്. അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. അതിനെ പ്രൊട്ടക്ടർ വെച്ചിട്ട് നമ്മൾ ഒരു പേപ്പറിനെ കറക്റ്റ് സെൻറ്റർ ഒന്ന് വരച്ചിട്ട് നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് ഓരോ ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിട്ട് റൗണ്ട് വരയ്ക്കാനാണുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മളത് കറക്റ്റായിട്ട് വരയ്ക്കണം. എന്നിട്ട് ഒരു വൃത്തം വരച്ചെടുക്കുക. ആ വൃത്തത്തിൻ്റെ മധ്യഭാഗത്ത് ആദ്യം ഒരു വൃത്തം വരച്ചിട്ട് അതിൻ്റെ മധ്യഭാഗം വെച്ചിട്ട് നേർരേഖ വരച്ചിട്ട് പിന്നെ പ്രൊട്രാക്ടർ വെച്ചാലും മതി. എങ്ങനെയാണ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ആ സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് കണ്ടിട്ട് ഫുള്ളായിട്ട് വരച്ചെടുക്കണം. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇനിയാണ് നമ്മൾ ചെയ്യുന്നത്, കുറച്ച് ആണി എടുത്തിട്ട് നമ്മൾ ആ വരയിൽ കറക്റ്റായിട്ട് ചരിഞ്ഞൊന്നും പോവാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം. കുറച്ചൊന്ന് അടിച്ച് താത്തിയാൽ മതി. നമ്മൾ ഇതിലാണ് നൂല് കെട്ടി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് മൊത്തത്തിലൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ആണിയിലും മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നൂലെടുത്തിട്ട് അതിൽ കറക്റ്റായിട്ട് സെൻറ്ററിൽ വരുന്ന ആണിയിൽ കെട്ടുക. കറക്റ്റ് സെൻറ്ററിൽ വരുന്ന ആണിയിൽ കെട്ടിയിട്ട് നേരെ താഴേക്ക് ഒരാണിയുടെ ഗ്യാപ്പ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റുക. കുറച്ച് ക്രോസായിട്ട് ഇങ്ങനെ ഓരോന്ന് ക്ലോക്ക് വൈസ് രൂപത്തിലാണ് നമ്മൾ ചുറ്റിയെടുക്കേണ്ടത്. അങ്ങനെ മുഴുവനായിട്ട് നമ്മളൊന്ന് ചുറ്റിയെടുക്കണം. മൊത്തത്തിൽ മുഴുവനും അതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഒന്ന് കെട്ടുക. അവിടെ എത്തുമ്പോൾ ഒന്ന് കെട്ടിയിട്ട് ഒരു റൗണ്ട് കൂടെ അതിൽ അതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ചുറ്റുന്ന ത്രെഡ് അത് 2 റൗണ്ട് ആയിട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുക. ഏകദേശം നോക്കിയും കൊണ്ടും ചെയ്യേണ്ട പണിയാണ് ഇത്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്താൽ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടും. കറക്റ്റായിട്ട് തന്നെ വരും. എന്നിട്ട് അതൊന്ന് കെട്ടി യോജിപ്പിക്കുക. അതായത് ഒന്നാകെ 2 റൗണ്ട് ചുറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത നൂലാണ് എടുക്കേണ്ടത്. അതിപ്പോൾ യെല്ലോ കളറാണ് നമ്മൾ എടുത്തത്. അതുപോലെ ഒന്ന് നമ്മൾ ആദ്യം കെട്ടിയ ഭാഗത്ത് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും കെട്ടാം. എവിടെയെന്ന് നമുക്ക് കംഫർട്ടബിൾ വിചാരിച്ചാൽ അവിടെ കെട്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യം നേരെയാണല്ലോ തുടങ്ങിയത്. ഒരാണിയുടെ ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടാമത്തെ ആണിയിൽ അവിടെ ചുറ്റുക. രണ്ടാമത്തെ ആണിയെ ചുറ്റിയിട്ട് അത് താഴേക്ക് അതും ക്ലോക്ക് വൈസ് ആകൃതിയിൽ അങ്ങനെ ചുറ്റിയെടുക്കുക മൊത്തത്തിൽ. ഇത് കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പേനയിൽ നൂല് കോർത്തിട്ട് അങ്ങനെ ചെയ്യാം. നമുക്ക് എങ്ങനെ കംഫർട്ടബിൾ എന്ന് വിചാരിച്ചാൽ അതിനെ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അത് ഫസ്റ്റായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഇനി വേറെ വീഡിയോകൾ വരുന്നതാണ്. അതുപോലെ മൊത്തത്തിൽ അതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ ഏകദേശം അതും ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം അതൊന്ന് കെട്ടി വയ്ക്കുക. കറക്റ്റായിട്ട് നല്ല ടൈറ്റിൽ നിൽക്കാൻ കണ്ടിട്ട് വേണം നമ്മളത് കെട്ടിയെടുക്കാൻ. ഏകദേശം അത് നമ്മൾ ചുറ്റിയെടുത്തു. ഇനി നമ്മളൊരു ഓറഞ്ച് കളർ നൂല് നെക്സ്റ്റ് ചുറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചുറ്റിയ ആണിയിൽ നിന്ന് ഒന്നിടവിട്ടിട്ട് വീണ്ടും അതുപോലെ തന്നെ ചുറ്റിയെടുക്കുക. ക്ലോക്ക് വൈസ് ആകൃതിയിൽ തന്നെയാണ് അതും ചെയ്തെടുക്കേണ്ടത്. മൊത്തത്തിൽ
അതേ പാറ്റേണിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്ത അതേ പാറ്റേൺ വെച്ചിട്ട് അതൊന്ന് ചുറ്റിയെടുക്കുക. നല്ല സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതാണ്. എന്നിരുന്നാലും നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ ഒരു റൗണ്ട് വരുന്നുണ്ട്. അത് കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഫൈനൽ ലുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഓറഞ്ച് കളറുള്ള ത്രെഡും അതിലേക്ക് ചുറ്റിയെടുത്തിട്ടുണ്ട്. വളരെ കറക്റ്റായിട്ട് തന്നെ അത് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. സൂക്ഷ്മമായിട്ട് ചെയ്താൽ മതി എന്നേ ഉള്ളൂ. നല്ല രീതിയിൽ കെട്ടി ഉറപ്പിക്കണം. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾക്ക് അതിലേക്ക് റെഡ് കളറാണ് ചെയ്തെടുക്കാനുള്ളത്. റെഡ് കളർ നൂല് വെച്ചിട്ട് അതും ഇതുപോലെ നമ്മൾ ആദ്യം കെട്ടിയ ഭാഗത്ത് തന്നെ കെട്ടുക. എന്നിട്ട് അതും ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഏകദേശം അതൊന്ന് കെട്ടിയിട്ട് ആദ്യം നമ്മൾ 1, 2 രണ്ടാമത്തെ കളർ മൂന്നാമത്തെ കളറും ചെയ്ത ആണിയിൽ നിന്ന് ഒന്നിടവിട്ട ആണിയിൽ അത് ചുറ്റിയെടുക്കുക. എണ്ണി നോക്കിയാൽ മതി. എണ്ണിയിട്ട് അങ്ങനെ ഒന്നിടവിട്ട ആണിയിൽ അതും കറക്റ്റായിട്ട് ചുറ്റിയെടുക്കുക. ക്ലോക്ക് വൈസ് രൂപത്തിൽ വീണ്ടും നമ്മളത് അങ്ങനെ ചുറ്റിയെടുക്കുക മുഴുവനായിട്ടും. റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളത് വീണ്ടും കെട്ടിക്കൊടുക്കുക. അത്രേ ഉള്ളൂ ഈ സംഭവം. ഒരേ പാറ്റേണാണ് നമ്മൾ പിന്തുടരേണ്ടത്. ചെറിയ ചേഞ്ചസ്, അതായത് സെൻട്രൽ ഭാഗത്തുള്ള റൗണ്ട് വരുന്നിടത്ത് ചെറിയ ചേഞ്ചസ് വരുത്താനുള്ളൂ. ഏകദേശം നമ്മളിത് കുറച്ച് സമയം എടുത്ത് ചെയ്തതാണ്. അതുകൊണ്ട് വീഡിയോ ലെങ്തി ആവുന്നുണ്ട്. അതിൽ നമ്മൾ കുറച്ച് സ്പീഡായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതും കൂടി ഒന്ന് കെട്ടിയെടുത്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെ ഉണ്ടെന്ന് കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയിക്കണേ. നമ്മൾ ആദ്യമായിട്ട് ചെയ്ത വർക്കാണ്. തുടർന്ന് ഇത്തരം വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. കുറേ നല്ല ഡിസൈൻ കുറേ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് നമ്മൾ ആ കറക്റ്റ് റൗണ്ടും കാര്യമൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് നല്ല ഒരു ത്രെഡ് ആർട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ഞാൻ ബൈ പറയുന്നു. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും